ചാനൽ. ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ പറ്റത്തില്ല. ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നത് ഉച്ചയായപ്പോൾ തൊട്ടാണ്. ഇന്ന് ഞങ്ങൾക്ക് പെരുവന്താനം വരെ പോകണമായിരുന്നു അമ്മയുടെ വീട്ടിൽ. അപ്പോൾ രാവിലെ തീരുമാനിച്ചില്ല പോകാമെന്ന്, ഉച്ചയായപ്പോഴാണ് തീരുമാനിച്ച് പോകുന്ന കാര്യം. അപ്പോൾ രാവിലെ അക്സവ പട്ടിയൊക്കെ കുളിപ്പിക്കുമായിരുന്നു. പട്ടിയൊക്കെ കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകാൻ ഇറങ്ങി. അപ്പോൾ ആണെങ്കിൽ സിയ സ്കൂൾ വിട്ട് വന്നു. അപ്പോൾ അവളുടെ കുറച്ച് വീഡിയോ ഞാൻ അവിടെ നിന്ന് എടുത്ത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങി. അപ്പം തന്നെ ഒരു 12 മണി ഒക്കെ ആയി. ആ ടൈം ആയപ്പോഴത്തേന് ഞാൻ അവളോട് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് മുണ്ടക്കയത്ത് അക്സിബയുടെ ഹെയർ കട്ട് ചെയ്യണമായിരുന്നു. ഹെയർ കട്ട് ചെയ്യാനായിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ ഞങ്ങൾ ഇറങ്ങി ചെന്നപ്പോൾ തന്നെ വണ്ടി കിട്ടി. പിന്നെ ഓട്ടോയിൽ കയറി. അവിടെ ചെന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എൻ്റെ കസിൻസ് 2 പേര് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരെയും വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം നിൽക്കണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ 2 ഉച്ചയായപ്പോൾ തന്നെ ഇറങ്ങിക്കഴിഞ്ഞ് അവിടെ മുണ്ടക്കയിൽ ചെന്നപ്പോൾ തന്നെ അവർ 2 എത്തി. അവർ 2 വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇവളുടെ ഒരു ഹെയർ കട്ടി, ഇവളുടെ ബർത്ത്ഡേ ആണ് 9-ാം തീയതി. അപ്പോൾ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഹെയർ കട്ട് ചെയ്യാനായിട്ട് പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു തുണി സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സ്റ്റിച്ച് ചെയ്തും കൂടെ വാങ്ങിക്കണമായിരുന്നു. അപ്പം അവിടെ കയറി കുറച്ച് ആദ്യം ഹെയറൊക്കെ വാഷ് ചെയ്തു. അപ്പം ഞാനും അവർ 2 പേരും പുറത്ത് പോസ്റ്റായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നു. അപ്പം ഹെയർ കട്ട് ചെയ്യാനുള്ള പരിപാടിയൊക്കെ തുടങ്ങി. ഇതിപ്പം നമ്മുടെ മുണ്ടക്കയത്ത് തന്നെ ഒരു ഷോപ്പാണ്, പുതിയതായിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ഞാൻ അറിയുന്ന ഇതുപോലത്തെ ഒരു ഷോപ്പ് ഉണ്ടെന്നും. പക്ഷെ നല്ലതാണ്, അവിടെ നല്ല സർവീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ ആണെങ്കിൽ അവിടെ ഒരു ഓഫറും ഉണ്ടായിരുന്നു. ഹെയർ കട്ടിങ്ങും എല്ലാത്തിൻ്റെയും ഓഫറുണ്ട്. 30% ഓഫർ ഉണ്ടായിരുന്നു. അപ്പം ഹെയർ കട്ടിങ് എങ്ങാണ്ട് 250 റുപ്പീസ് ആയിട്ടുള്ളൂ. വലുതായിട്ടുള്ള കട്ടൊന്നുമില്ല. അടിഭാഗം ഒന്ന് ലെവൽ ചെയ്യണമായിരുന്നു. പിന്നെ ഷെയ്ഡും വെട്ടിയിട്ടു, അത്രേ ചെയ്തുള്ളൂ. ഒത്തിരി നമ്മൾ ലെങ്ത് ഒന്നും കുറയ്ക്കാൻ നിന്നില്ല. ചെറുതായിട്ട് അടിഭാഗം ഒന്ന് കട്ട് ചെയ്ത് വിട്ടു. പിന്നെ ഷെയ്ഡും വെട്ടിയിട്ടു, ഇത്രേ ചെയ്തുള്ളൂ. പിന്നെ അവർ ഹെയറൊക്കെ നല്ല രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് തന്നു. നല്ല സർവീസായിരുന്നു അവരുടേത്. പിന്നെ ഞങ്ങൾ അവിടെ തന്നെ ഒരു ത്രെഡിങ്ങും ചെയ്തു. ത്രെഡിങ്ങിനും കണ്ട് ഓഫർ ഉണ്ടായിരുന്നു. അങ്ങോട്ട് 40 റുപ്പീസ് അങ്ങാണ്ടേ ആയിട്ടുള്ളൂ ത്രെഡ് ചെയ്തതിനും. പിന്നെ ഹെയർ ചെയ്തതിനും എല്ലാം കൂടെ അങ്ങോട്ട് 300 റുപ്പീസ് ആയിട്ടുള്ളൂ മൊത്തത്തിൽ. നല്ലതായിരുന്നു അവിടുത്തെ കസ്റ്റമർ സർവീസൊക്കെ. അപ്പം അവിടെ ഹെയർ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ കുറേ ടൈം എടുത്തു അവിടെ തന്നെ. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ കുറേ ചെയ്തു. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നു. പിന്നെ അവിടെയുള്ള ചേച്ചിയായിട്ട് കുറേ നേരം വർത്തമാനം പറഞ്ഞു. പിന്നെ ബ്രൈഡൽ മേക്കപ്പിൻ്റെയും റേറ്റും കാര്യങ്ങളും ഒക്കെ ചോദിച്ചു. ഇപ്പോൾ ആണെങ്കിൽ ഓഫർ നടക്കുന്ന സമയമായതുകൊണ്ട് 30% ഓഫർ ഉള്ളതുകൊണ്ട് കുറച്ച് പൈസയ്ക്ക് നമുക്ക് ചെയ്ത് കിട്ടും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഇവിടെ വർക്ക് ചെയ്യുന്നവർ UP-യിലുള്ളവരാണ്. അപ്പം അവരാണ് ചെയ്യുന്നത്. ഇവർ നേരത്തെ തമിഴ്നാട്ടിലൊക്കെ വർക്ക് ചെയ്താണെന്നാണ് പറഞ്ഞത്. പക്ഷെ നല്ല സർവീസ്. ഇത് തുടങ്ങിയിട്ട് എങ്ങനെ 2 മാസമായുള്ളൂ ഈ കട നമ്മുടെ മുണ്ടക്കയത്ത് തുടങ്ങിയിട്ട്. ഇനിയിപ്പോൾ എന്തെങ്കിലും ഹെയർ കട്ടൊക്കെ ചെയ്യണമെങ്കിൽ ഇവിടെ വന്നാൽ മതി. നല്ല സർവീസ് അവരുടെ. പിന്നെ ഞങ്ങൾ ത്രെഡും കഴിഞ്ഞ് ഹെയറൊക്കെ സെറ്റ് ചെയ്തു. ഇപ്പോൾ അവസാനത്തെ ലുക്ക് അതാട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ആഷിക്ക് ചെരുപ്പ് എടുക്കണമായിരുന്നു. ചെരുപ്പ് വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങൾ ഷോപ്പിൽ പോയി. കുറേ നല്ല ചെരുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചെരുപ്പ് വാങ്ങിച്ചു കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനാണെങ്കിൽ ഞങ്ങൾക്ക് അക്സിബയുടെ ഒരു ഡ്രസ്സും ഞങ്ങൾ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ പോയി ആ ഡ്രസ്സും വാങ്ങിക്കാനായിട്ട് ഞങ്ങളെല്ലാം പോയി. മുണ്ടക്കയത്തു നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോകണം, കുറേ നടക്കാനുണ്ടായിരുന്നു തയ്ക്കാൻ കൊടുത്ത സ്ഥലത്തോട്ട്. അപ്പം അവിടെ പോയി അത് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അവിടുന്ന് പിന്നെ വീട്ടിൽ വന്നപ്പോഴത്തേന് ഭയങ്കര കാറ്റ്. നമ്മുടെ പെരുന്നാളം എന്ന് പറയുന്നത് ഇടുക്കി ഡിസ്ട്രിക്റ്റാണ്. നമ്മൾ കോട്ടയം, ഇത് ഇടുക്കിയാണ്. അപ്പം ഇടുക്കി എന്ന് പറഞ്ഞാൽ ഒത്തിരി ദൂരമൊന്നും വരത്തില്ല, വലിയ ഡിസ്റ്റൻസ് വ്യത്യാസമൊന്നുമില്ല. എന്നാലും അവിടുത്തെ കാലാവസ്ഥയും ഡിഫറൻസ് ഉണ്ട് കേട്ടോ. നല്ല കാറ്റും നല്ല തണുപ്പും ഒക്കെ ഉണ്ട് അവിടെയും. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ വന്നു കഴിഞ്ഞിട്ട് അവിടെ പുറത്തൊക്കെ ഇരുന്ന് സംസാരിച്ചപ്പോൾ പിന്നെ അവിടെ ഒന്ന് കുറേ നേരം സംസാരിച്ച് കഴിഞ്ഞപ്പോൾ വൈകിട്ടത്തെ കാപ്പിയൊക്കെ കുടിച്ച് പിന്നെ ഞങ്ങൾ ആൻറ്റിയെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. ആൻറ്റി അപ്പോൾ ഇവിടെ പോയേക്കുമായിരുന്നു. ആൻറ്റി ആശയേ ഉള്ളൂ ഇവിടെ താമസിക്കുന്നത്. അപ്പോൾ എൻ്റെ അമ്മയുടെ ആങ്ങളയുടെ മകളാണ് ഉണ്ടായിരുന്നത്. ന്യൂ ഇയർ ഈ വട്ടം എവിടെയായിരുന്നു ആഘോഷിക്കാൻ വന്നത്. പിന്നെ കുറച്ച് നേരം ഇവിടെ ഇരുന്നൊക്കെ കഴിഞ്ഞിട്ട് രാത്രി ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേനും ഞങ്ങൾ ഗ്രില്ല് ചെയ്യാനുള്ള പരിപാടിയൊക്കെ തുടങ്ങി. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ആദ്യം ചാർക്കോളൊന്നും വാങ്ങിക്കാതെയാണ് അത് അവിടെ ഉള്ള വിറകും മറ്റേ
ചിരട്ടയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉപയോഗിച്ച് ചെയ്യാമെന്ന് വിചാരിച്ച്. പിന്നെ അതൊക്കെ എത്ര ചെയ്തിട്ടും തീയും കത്തുന്നില്ല, ഒന്നും പറ്റുന്നില്ല. ആദ്യം പിന്നെ കുറേ നേരം എടുത്തു. പിന്നെ അല്ലാതെ ഇങ്ങനെ തീ കത്തുന്നുണ്ട്. ഇങ്ങനെ ഇതിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന സാധനത്തിന് വേറെ ചുവയായിരിക്കും. അപ്പം ഞങ്ങൾ അത് ഉപയോഗിച്ച് കുറേ നേരം തീ കത്തിച്ച് തീ കാഞ്ഞവിടെ ഇരുന്ന് ചുറ്റും. അപ്പോൾ ഭയങ്കര കാറ്റെന്ന് പറഞ്ഞാൽ തീ കത്തുന്നതിനകത്ത് എന്തെങ്കിലും പറന്നു പോയി എവിടെയെങ്കിലും പോയി വീണ് കത്തുമോ. അമ്മനൊക്കെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്നും എടുത്ത് വെക്കാൻ പോയില്ല. കാരണം അതുപോലെ കാറ്റ് വരുന്നു, ഭയങ്കരമായിട്ട് തീ ആളി കത്തുമായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേന് അതിൽ പരിപാടിയൊന്നും നടക്കത്തില്ലെന്ന് വിചാരിച്ച് ഞങ്ങൾ ചാർക്കോൾ വാങ്ങിപ്പിച്ചു. റിസോണ വിട്ട് എൻ്റെ കസിനുണ്ട്, അവനെ വിട്ട് ഞങ്ങൾ പിന്നെ പോയി ഷോപ്പിൽ പോയി ചാർക്കോളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. അത് വാങ്ങിച്ചു കഴിഞ്ഞ് അത് കത്തിച്ചപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അതിലെ ചിക്കൻ ഉണ്ടാക്കിയുള്ളൂ. അല്ലാതെ ഞങ്ങൾ തീ ഇട്ട് അതിൻ്റെ ചുറ്റും ഇരുന്ന് കണ്ട് ഭയങ്കര കാറ്റെന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റായിരുന്നു. നമുക്ക് തീ ഇടാൻ പറ്റത്തില്ല, കാരണം അത് പറന്നു പോകും. അതുപോലെ കാറ്റായിരുന്നു രാത്രി. അപ്പോൾ തന്നെ ഒരു 11 മണി 11:30 ആ ടൈമൊക്കെ ആയി. പിന്നെ ചാർക്കോൾ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഞങ്ങൾ ചാർക്കോൾ വെച്ച് പിന്നെ ചിക്കനൊക്കെ എടുത്തിട്ട് പിന്നെ അവിടെ ഇരുന്ന് വീശു തന്നെയായിരുന്നു. അത് വെന്ത് കിട്ടുന്നോടം വരെ ഇരിക്കണ്ടേ. പിന്നെ അത് കൊണ്ടുവന്നു. ഈ പരിപാടിയെല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം ഒരു ന്യൂ ഇയറും കഴിഞ്ഞ് പിറ്റേ ദിവസമായി ഒരു 12 മണി 12:30 ആയി കഴിഞ്ഞു പരിപാടിയെല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ. കാരണം അത്രയും കനലെ അതും ചാർക്കോൾ വാങ്ങിച്ചതും കുറഞ്ഞു പോയി. കുറച്ച് ഞാൻ വാങ്ങിച്ചുള്ളൂ. കാരണം ഒത്തിരി ആവശ്യമില്ലാതെ വിചാരിച്ചെടുത്താൽ, പക്ഷേ അത് കുറവായിപ്പോയി. പിന്നെ എല്ലാം കഴിഞ്ഞ് സെറ്റ് ചെയ്തപ്പോഴത്തേന് വീട്ടിലൊന്നും കറണ്ടും ഇല്ലായിരുന്നു. ആകെപ്പാടെ എല്ലാം പാളിപ്പോയി. പിന്നെ ഉള്ള വെട്ടത്തിലെ ലൈറ്റിൽ ഫോണിൻ്റെ വെട്ടത്തിലൊക്കെ വെച്ച് കഴിച്ചു. അപ്പം ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സത്യം പറഞ്ഞാൽ ഈ ഒരു ഈവനിങ് വ്ളോഗെന്ന് വേണം പറയേണ്ടത്. അപ്പം ഞങ്ങളുടെ വീഡിയോ എല്ലാവരും കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.